നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എൻ്റെ ആ കഥ പറയുക എന്നുള്ളൊരു യജ്ഞം, അതായത് കുട്ടികൾക്കായിട്ടും കൂട്ടത്തിൽ വലിയവർക്കായിട്ടും കേൾക്കാത്ത കഥകൾ കേൾക്കുന്നത് ഇന്നും ഒരു പുതുമയല്ലേ. ഞാൻ ദിവസവും ഒരു കഥ പറയുക എന്നുള്ള ആ യജ്ഞം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത്യപൂർവ സന്ദർഭങ്ങളിൽ ചിലപ്പോൾ സമയം വൈകി അങ്ങും ഒരു ദിവസം മറ്റോ മാറിപ്പോയായിരിക്കും. സാധാരണയായിട്ട് ഞാൻ ആഴ്ചയിൽ 5 കഥകൾ പറയും, ഒരു പാചകം കുറിപ്പെന്തെങ്കിലും ചെയ്യും, ഒരു സാഹിത്യപരമായ മറ്റെന്തെങ്കിലും കാര്യങ്ങളും ചെയ്യും. ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദിവസവും എൻ്റെ ചാനലുമായിട്ട് ഞാൻ ബന്ധം നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. കഥകളതിസാഗരം, അതാണ് എൻ്റെ ചാനൽ. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട മാലതി ചേച്ചി. നമ്മളിപ്പോൾ വടക്കൻ പാട്ടിലെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. തച്ചോളി മാണിക്കോത്ത മേപ്പയിൽ വീട്ടിലെ ഉപ്പാട്ടിയമ്മയുടെ 2ാമത്തെ മകൻ, പേര് കേട്ട വീരനാണ് തച്ചോളി ഒതേനക്കുറിപ്പ്. എല്ലാവരും അദ്ദേഹത്തെ സ്നേഹത്തോടെ കുഞ്ഞോദയനൻ എന്ന് പറയും. സന്തത സഹചാരിയും അർദ്ധ സഹോദരനുമാണ് കണ്ടാശ്ശേരി ചാപ്പൻ. ചാപ്പന് എല്ലാ അടവുകളും വിദ്യകളും ഇതൊക്കെ ഒതന്നറിയണോടത്തോളമൊക്കെ അറിയാം. ധൈര്യമാണെങ്കിൽ ഒരു പൊടിക്ക് കൂടുതലേ ഉള്ളൂ, കുറവൊട്ടുമില്ല. സൂത്രം കഴിച്ചാലൊക്കെ നമ്മുടെ ഉണ്ട് താനും. ഇവർ 2 പേരും കൂടി ചെയ്യാത്ത കുസൃതികളും അംഗത്തിന് പോകുമ്പോഴും എവിടേക്ക് പോകുമ്പോഴും ഒതേനക്കുറിപ്പ് സംബന്ധത്തിന് പോകുമ്പോൾ പോലെ കണ്ടാശ്ശേരി ചാപ്പൻ കൂടെ ഉണ്ട്. അങ്ങനെയാണ് ഒരു രീതി. ഇന്ന് ഞാൻ ഒതേനക്കുറിപ്പിൻ്റെ ജീവിതത്തിൽ ഒരു രസകരമായ കഥ പറയുകയാണ്. രസകരമായ കഥ എന്ന് വെച്ചാൽ കേട്ടാൽ നമുക്ക് തമാശ തോന്നും. പക്ഷേ അന്നത്തെ നാട്ടുനടപ്പും സമൂഹത്തിൻ്റെ വ്യവസ്ഥിതിയൊക്കെ അനുസരിച്ച് ജീവിത രീതിയൊക്കെ അനുസരിച്ച് അതൊക്കെ ഒരു വലിയ വലിയ കാര്യങ്ങളാണ്. ഒതേനക്കുറിപ്പ് കളസരം വീട്ടിൽ കുഞ്ഞിമാതുവായിട്ട് ഉള്ള ആ ചങ്ങാത്തത്തെപ്പറ്റി, എങ്ങനെ ആ ചങ്ങാത്തം ഉണ്ടായി, ആ ചങ്ങാത്തം എങ്ങനെ ഭവിച്ചു എന്നുള്ളതിനെപ്പറ്റി പറയുന്നൊരു കഥയാണ് ഞാൻ പറയുന്നത്. ഈ കഥ ഒതേനനും കളസരം വീട്ടിലെ കുഞ്ഞുമാധവും. കുറ്റിപ്പുറം വാഴുന്ന രാജാവിൻ്റെ നികുതി പിരിക്കാനായിട്ട് ആ നാട്ടിൽ ധാരാളം പേര് നികുതിയൊക്കെ പിരിച്ച് രാജാവിന് നല്ല സമ്പത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കൂടുതൽ ജനവിഭാഗം അവിടെ മുസ്ലിം ജനവിഭാഗങ്ങളാണ്. ജോനകർ എന്നാണ് അവരെ അന്ന് പറയുക. ഈ ജോനകരുടെ നികുതിയൊക്കെ പിരിക്കുമ്പോൾ അവരുടെ ക്ഷേമത്തിന് വേണ്ടി കൂടി പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു കുറ്റിപ്പുറം രാജാവ്. ഒരു ദിവസം അവർ 3 ദേശത്തെ 3 നഗരങ്ങളിലുള്ള ജോനക നേതാക്കന്മാരെല്ലാവരും കൂടി ഒരു കാവിൽ ചുമന്നുകൊണ്ട് കുറ്റിപ്പുറം കോവിലകത്തേക്ക് പോവുക. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഇങ്ങനെ വെച്ചാൽ ഹൂവൈ ഹൂ എന്നല്ല, ഇങ്ങനെ ദൂരെ പോകുമ്പോൾ മറ്റുള്ളവരൊക്കെ പോകും. ഇങ്ങനെ പോകുമ്പോൾ കണ്ടാശ്ശേരി ചാപ്പൻ ശബ്ദം കേട്ടു. പഴയരിക്കഞ്ഞിയൊക്കെ കുടിച്ച് കാലത്ത് വയറൊക്കെ നിറഞ്ഞ് സുഖമായിട്ടിരിക്കുക ഒതേനക്കുറിപ്പ് പഠിപ്പുരം മാളികയിൽ. ആ സമയത്ത് കണ്ടാശ്ശേരിൻ്റെ കൂടെ 2 പേരും കൂടി ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്തിരി കേട്ടപ്പോൾ ഈ ശബ്ദം കേട്ടപ്പോൾ ഒതേനക്കുറിപ്പ് പറഞ്ഞു, കണ്ടാശ്ശേരി ഒന്ന് പോയി നോക്കൂ, എന്താ ഈ ശബ്ദം കേൾക്കണേ, ആരാ വരണേ ആരാ പോണേ നോക്കിട്ടു. കണ്ടാശ്ശേരി ഓടിപ്പോയി നോക്കി അന്വേഷിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. കുറ്റിപ്പുറം രാജാവിനെ കോട്ടയ്ക്കകത്ത് പോയി കാണാനായിട്ട് ചുമടെടുപ്പിച്ചിട്ട് കാവിൽ ചുമന്നുകൊണ്ട് പോവുകയാണ് ജോനകർ. അവരൊരു സംഘമായിട്ടാണ് കൂടിച്ചേർന്ന് പോകുന്നത്. 10-20 പേരുണ്ട്. അവർ മാറി കാവ് ചുമക്കും. അങ്ങനെയാണ്. അപ്പോൾ ചോദിച്ചു, എവിടേക്കാണ് ഈ പോണേന്ന് വെച്ചു. ഞങ്ങൾ കുറ്റിപ്പുറം വാഴുന്ന തമ്പുരാനെ കാണാൻ പോണു. ഇതെന്താ ഈ കൊണ്ടുപോകണത്? ഇത് അദ്ദേഹത്തിന് കൊടുക്കാനുള്ള കാഴ്ച കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു. അതെയോ, എന്താ ഈ കാഴ്ചയിലെന്ന് പറഞ്ഞു. ഇത് പൊന്നും പണവും തന്നെ. പൊന്നും പണം, പൊന്നിൻ്റെ കട്ടി, സ്വർണ്ണക്കട്ടി, പൊന്നുരുപ്പിടികൾ, പണക്കെട്ടുകൾ, പണക്കിഴികൾ, 1000-ൻ്റെ കിഴി, 100-ൻ്റെ കിഴി, സ്വർണ്ണക്കിഴികൾ, പൊന്നും പണവും കൊണ്ടുപോകും കുറ്റിപ്പുറത്ത് രാജാവിന് കാഴ്ചദ്രവ്യമായിട്ട്. എന്തിനാ അങ്ങനെ അദ്ദേഹത്തിന് കാഴ്ചദ്രവ്യം കൊടുക്കണമെന്ന് ചോദിച്ചു. ചാപ്പൻ അന്വേഷിച്ചു.
അപ്പോൾ പറഞ്ഞു ഞങ്ങൾക്കൊരു നിസ്കാരപ്പള്ളി പണിയണം. നിസ്കാരപ്പള്ളി എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതത്തിലുള്ളവർ പ്രാർത്ഥിക്കുന്ന ഒരു ആരാധനാലയമാണ് നിസ്കാരപ്പള്ളി. ആ നിസ്കാരപ്പള്ളി പണിയാനായിട്ട് അന്നത്തെ വ്യവസ്ഥിതി അനുസരിച്ച് രാജാവിൻ്റെ അനുവാദം വേണം. രാജാവ് ധനം അങ്ങോട്ട് കൊടുക്കണു, കാഴ്ച കൊടുക്കണു വെച്ചിട്ട് ഒന്നും നഷ്ടപ്പെടാനില്ല. കൂടുതൽ ധനം നിസ്കാരപ്പള്ളി പണിയാൻ ഇങ്ങോട്ട് സഹായിക്കും. വേണ്ടുന്ന മരം കാട്ടിൽ നിന്ന് വെട്ടി മുറിച്ചെടുത്തോളാൻ പറയും, ആനയെ കൊണ്ട് ചോപ്പിച്ചോളാൻ പറയും, തൻ്റെ പണിക്കാരെ വിട്ട് പള്ളി പണിക്ക് സഹായിക്കുകയും ചെയ്യും. അങ്ങനെ നല്ലൊരു മതസൗഹാർദ്ദമൊക്കെ ഉള്ള കാലമാണെന്ന്. ഇന്നും മതസൗഹാർദ്ദമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പോയിപ്പോൾ പൊന്നും പണമാണ്. അപ്പോൾ ഈ കാവിൽ ചോന്ന് കുറ്റിപ്പുറം കോലൂത്തേക്ക് പോണേ, കൊട്ടാരത്തിലേക്ക് പോണേന്ന് മനസ്സിലായി. കണ്ടാച്ചേരി ചാപ്പം വന്ന്, അതേ എൻ്റെ നായനാരെ തച്ചുള്ളി മേപ്പയിലെ കുഞ്ഞോദേന, എൻ്റെ നായനാരെ തമ്പുരാനെ കേട്ടോളൂ, കുറ്റിപ്പുറം കോലൂത്ത് വാഴുന്ന തമ്പുരാനെ കാഴ്ച കൊടുക്കാനായിട്ട് കാവിൽ ചുമന്നുകൊണ്ട് പൊന്നും മണവും കൊണ്ടുപോകുക ജോനന്മാർ. എന്തിനാ? അവർക്കൊരു നിസ്കാരപ്പള്ളി പണിയാനായിട്ട് അനുവാദം കിട്ടാൻ വേണ്ടിയിട്ട് രാജാവിന് കാഴ്ച വയ്ക്കാൻ. ഓ അത് ശരി. അപ്പോൾ അതന്നെ അയ്യോ, ഒരു കുറ്റിപ്പുറം തമ്പുരാൻ അനുവാദം കൊടുത്തില്ലെങ്കിൽ എന്താ ഇവർക്ക് പള്ളി അങ്ങോട്ട് പണതൂടെ? തമ്പുരാനിപ്പോൾ വെറുതെ കുറേ സ്വർണ്ണം പൊന്നും പണം കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് ഇപ്പം എന്താ വേണ്ടത്? അത് ശരിയാവില്ല, അത് നമുക്ക് പിടിച്ചെടുക്കാം പാടോ എന്നും പറഞ്ഞ് ചാപ്പനെയും കൂട്ടിയങ്ങോട്ട് പോയി. അവിടെ ചെന്ന് ഇവർ കാവൂ ചുമന്ന് ശബ്ദം ഉണ്ടാക്കി വന്നുകൊണ്ടിരിക്കണതിൻ്റെ വഴിക്ക് ഇവർ വഴി അങ്ങോട്ട് തുടങ്ങി. 20 നായന്മാർ ഉദയനനും കണ്ടാച്ചേരി ചാപ്പനും കൂടി കഴിഞ്ഞ് വഴി തടുത്താൽ പിന്നെ നിൽക്കാത്ത പടയണ്ട, പിന്നെ നിൽക്കാത്ത ഒരു ഘോഷയാത്രയൊന്നുമില്ല. എന്തായാലും അവിടെ നിൽക്കും. അങ്ങനെയാണ്. അങ്ങനെ അവിടെ നിന്ന് മറ്റുള്ളവരെയൊക്കെ അവിടെ അവരവിടെ ഇറക്കി വെച്ചു. ഉദയനൻ്റെ കൂടെ ചെന്ന് നായന്മാർ കാവെടുത്ത് മേപ്പയിൽ ചാത്തോത്ത് മേപ്പയിൽ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഉദയനൻ്റെ തറവാട്ടിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി. ഉമ്മറത്ത് ഇരിക്കുന്ന കോമപ്പക്കുറുപ്പ് വലിയേമാനൻ ഉദയനക്കുറുപ്പിൻ്റെ ജ്യേഷ്ഠൻ കാഴ്ച വെച്ചു. അവർ തിരിച്ചു പോവുകയും ചെയ്തു. ഉദയനൻ ഈ കൂടെ വന്ന ജോനന്മാരെയൊക്കെ വടിയെടുത്തുള്ളൂ, വാളൊന്നും എടുത്തില്ല. നല്ലൊരു ചൂരവടി ഉണ്ടായിരുന്നു കയ്യിൽ. ആ ചൂരവടി എടുത്തിട്ട് 2 വീശ് അങ്ങോട്ട് വീശിപ്പോൾ ആദ്യം വീണത് കാവ് ചുമന്നുകൊണ്ടിരിക്കണവരുടെ അടി കിട്ടിയപ്പോൾ കാവ് അവിടെ വെച്ചു. പിന്നെ ചുറ്റും നിൽക്കണം അടുത്തറോ കണ്ടാച്ചേരിക്കും കൊടുത്തു ഒരു ചൂരൽ. കണ്ടാച്ചേരിക്ക് പറ്റുവാണെങ്കിൽ കണ്ടാച്ചേരിയും തല്ലി. എന്തിനു പറയണു? കുറ്റിപ്പുറം രാജാവിന് കാഴ്ചവെക്കാൻ കാഴ്ചദ്രവ്യവുമായി പോയിട്ടുള്ള എല്ലാ ജോനകരെയും ഉദയനക്കുറുപ്പ് അടിച്ചോടിച്ചു എന്നായി. ആരാന്ന് വെച്ചാൽ ഞാൻ ഉദയനക്കുറുപ്പ്, തച്ചോളി മേപ്പയിൽ മാണിക്കോത്ത് ഉദയനക്കുറുപ്പ്, കുഞ്ഞോദയന എന്നും പറഞ്ഞ് പോകുകയും ചെയ്തു. ഇവരെല്ലാവരും കൂടി ഒന്നിച്ച് ഓടിപ്പോയി ആദ്യമൊക്കെ. പിന്നീട് എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് നേരെ തമ്പുരാൻ്റെ അടുത്തേക്ക് പരാതിയായിട്ട് ചെന്നു. കുറ്റിപ്പുറം കോവിലകത്ത് ചെന്ന പരാതി പറഞ്ഞ് തമ്പുരാനോട് പറഞ്ഞത്, എൻ്റെ തമ്പുരാനെ ഇവിടേക്ക് ഞങ്ങൾ കാഴ്ചദ്രവ്യമായിട്ട് വന്നതാ. വരണ വഴിക്ക് ആ കുഞ്ഞോദയനും കണ്ടാച്ചേരിയും കൂടി വന്ന് ഞങ്ങളെ തടുത്തു. പൊന്നും പണമൊക്കെ പിടിച്ചു കൊണ്ടുപോയി മേപ്പയിൽ തറവാട്ടിലേക്ക് കൊണ്ടുപോയി ഞങ്ങളെ കടിച്ചു ഓടിച്ചു. ഞങ്ങളിവിടേക്ക് വന്ന് നിങ്ങളെന്തിനാ അപ്പം എന്നെ കാണാൻ വന്നതെന്ന് ചോദിച്ചു തമ്മിൽ. ഞങ്ങൾക്കൊരു നിസ്കാരപ്പള്ളി പണിയാനായിട്ട് ഇവിടുത്തെ അനുവാദം ചോദിക്കാൻ വന്നതാണ്, അതിന് കാഴ്ചദ്രവ്യം കൊണ്ടുവന്നതാണ്, അത് മുഴുവൻ ഉദയന അടിച്ചു മാറ്റി കൊണ്ടുപോയി. ഓ സാരമില്ല. ഉദയനോട് ഞാൻ ചോദിച്ചോളാം, നിങ്ങൾ നിസ്കാരപ്പള്ളി പണിതോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് ഇഷ്ടമുള്ള പണം മുടക്കി നിസ്കാരപ്പള്ളി പണിതോളൂ, ഞാനും സഹായിക്കാം, പണിക്കാരെയും വിട്ടുതരാം, പണവും തരാം, കാട്ടിൽ നിന്ന് നിങ്ങൾ മരം വെട്ടിയെടുത്തോളൂ, ആനയെ കൊണ്ട് പിടിപ്പിച്ചോളൂ, കോവിലകത്ത് ആനകൾ അവിടെ കൊണ്ടുവന്ന് ഇട്ട് തരും, മരപ്പണിക്കാരെയും കൂട്ടിത്തരാം എന്നൊക്കെ പറഞ്ഞ് അവർ സഹായിക്കാമെന്ന് പറഞ്ഞു. നല്ല തമ്പുരാൻ, കുറ്റിപ്പുറം വാഴുന്ന തമ്പുരാൻ. ജോനകരൊക്കെ തിരിച്ചു പോയി. പക്ഷെ തമ്പുരാൻ ഒന്നാലോചിച്ച്, എനിക്ക് കൊണ്ടുവന്ന കാഴ്ചദ്രവ്യം പിടിച്ചെടുത്ത ഉദയനനെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റുമോ? ഉദയനോടൊന്ന് പകരം ചോദിക്കണ്ടേ? ഉടൻ തന്നെ അന്ന് കാലത്ത്, ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ ഈ ഗുണ്ടാപ്പണി ചെയ്യണത് പോലെ രാജാവിന് വേണ്ടി ഗുണ്ടാപ്പണി ചെയ്തിരുന്ന ഒരാളാണ് അറവൂലക്കാവിലെ കുഞ്ഞു കണ്ടപ്പൻ, അറവൂലക്കാവിലെ കണ്ടപ്പൻ എന്നാണ് അയാളെ പറയുക. അറവൂലക്കാവിലെ കണ്ടപ്പൻ എങ്ങനെയാണെന്ന് വെച്ചാൽ തമ്പുരാൻ പറയണ ജോലി എന്തായാലും കൃത്യമായിട്ട് ചെയ്യും. ഒരാളെ കൊല്ലണോ കൊല്ലും, വെട്ടണോ വെട്ടും, കൃഷിയും കാര്യങ്ങളൊക്കെ പിടിച്ച് പറിക്കണോ, കൊല ചെയ്യണോ എന്ത് വേണമെങ്കിൽ ചെയ്യും. അങ്ങനെയാണ്.
അറവൂലക്കാവിലെ കണ്ടപ്പനെ വിളിച്ചു വരുത്തി. കണ്ടപ്പനോട് പറഞ്ഞു, കണ്ടപ്പ ഇങ്ങനൊരു കാര്യമുണ്ട്, മേപ്പയ്യിൽ കുഞ്ഞോദയനെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. എനിക്ക് എൻ്റെ കൊട്ടാരത്തിലേക്ക് വരേണ്ട കാഴ്ചദ്രവ്യമാണ് വഴിക്ക് വെച്ച് പിടിച്ചെടുത്തത്. അതുകൊണ്ട് ഉദയനനെ കൊല്ലണം. ഓഹോ, അതിനെന്താ വിഷമം? തിരുമനസ് എനിക്ക് ഇത് എഴുതി തരൂ എന്ന് പറഞ്ഞാൽ അന്ന് കാലത്ത് ഒരു നീട്ടൂരം കൊടുക്കുക എന്ന് പറയും. നീട്ടൂരം കൊടുക്കുക വെച്ചാൽ ഒരു അധികാരപത്രം. വേഗം തന്നെ എനിക്ക് നീ കൂലോത്തു അറവൂലക്കാവിലും കുഞ്ഞുണ്ടപ്പ തച്ചോളി നല്ലോ മന ഓതേനൊരുത്തൻ മുതലായിട്ട് എനിക്കിന്നീ കോലൊത്തു നിന്നൂടല്ലോ. മേപ്പയിൽ വീട്ടിലെ കുഞ്ഞോദയനം കാരണം ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ കോലൊത്ത് ജീവിക്കാൻ നിർത്തിയില്ല. എനിക്ക് വരേണ്ട ദ്രവ്യം, കാഴ്ചദ്രവ്യം ഉണ്ട്, ദേ കൊണ്ടുപോയിക്കുന്നതൊക്കെ പിടിച്ചേക്കണം. അപ്പോൾ ഈ കൊല്ലും തരവിങ്ങളും തന്നുകൊണ്ടില്ല, നിങ്ങൾ കൊല്ലും തരവും തരൂ, ഞാൻ പോയി കൊന്നോളാം അയാളെ എന്ന് അറവൂലക്കാവിലെ കുഞ്ഞുണ്ടിയപ്പൻ അങ്ങോട്ട് പറയുകയും ചെയ്തു. ഒതേനനെ ഞാൻ ഇന്ന് തന്നെ കൊല്ലുന്നുണ്ട്. എനിക്ക് ആ കൊല്ലാനുള്ള ഒരു നീട്ടൂരം, അതായത് അതിന് പറയുന്നത് തരവ്, കൊല്ലും തരവ്. അതായത് ഇന്നാരെ ഇന്ന കുറ്റം ചെയ്തു എന്നോട് അതിന് പകരമായിട്ട് കൊല്ലുന്നതിന് ഇത്ര തരവ്. അതായത് കുറേ ഏക്കർ കണക്കിന് ഭൂമി കര ഒഴിവായിട്ട് കൊടുക്കുമോ, പൊന്നും പണവും കൊടുക്കുമോ, അങ്ങനെയൊക്കെ കൊടുക്കണം ഈ പണി ചെയ്യുന്നതിന്. അങ്ങനെ കൊല്ലും തരവ് അങ്ങ് കൊടുക്കുകയാണ്. ഉടൻ തന്നെ അവിടെ ഈ രേഖകളൊക്കെ എഴുതി ഉണ്ടാക്കുന്ന ഗുമസ്ത ജോലി ചെയ്യുന്ന ഒരാളാണ് ഗോപാലക്കണ്ണനെ വിളിച്ചു, കൊല്ലും തരവും എഴുതി കൊടുത്തു. അറവൂലക്കണ്ണൻ നേരെ അങ്ങോട്ട് പോവുകയാണ്. അവിടെ ചെന്ന് ഈ വിവരം കേട്ട വഴിക്ക് ഉദയനൻ ഇവിടേക്ക് പോയല്ലോ, മേപ്പയിലേക്ക് ഇതൊക്കെ സ്വർണം ദ്രവ്യങ്ങളും കൊണ്ടുപോയി. കണ്ടാശ്ശേരി ചാപ്പൻ ഈ കാര്യം കേട്ട വഴിക്ക് എന്തു പറഞ്ഞു എന്നറിയാമോ? തച്ചോളി ഉദയന, എൻ്റെ ചാപ്പനോട് പറയാണ്, നമുക്ക് അറവൂലക്കണ്ണന് കൊല്ലും തരവ് കൊടുത്തിട്ടുണ്ട് കുറ്റിപ്പുറം വാഴുന്ന തമ്പുരാൻ. അപ്പോൾ എന്നെ കൊല്ലാനായിട്ട് അറവൂലക്കണ്ണൻ അതിനുള്ള വഴികൾ അന്വേഷിക്കും. അപ്പോൾ കണ്ടാശ്ശേരി ചാപ്പ, നമുക്കൊരു കാര്യം ചെയ്യണം. കുറ്റിപ്പുറം വാഴും തമ്പുരാനോ കൊല്ലം തരവ് കൊടുത്തിട്ടുണ്ട്. മേപ്പയിൽ കുഞ്ഞോദയനെ കൊല്ലം തരവ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പോവാണൻ കണ്ടാശ്ശേരി. അപ്പം എൻ്റെ കണ്ടാശ്ശേരി ചാപ്പ എൻ്റെ നല്ല കൂട്ടുകാരാ, നമ്മൾ രണ്ടാളും കൂടി പോവുക. എവിടേക്ക് പോകണം? കളസരം വീട്ടിലും എനിക്ക് കളസരം വീട്ടിൽ പോകണം. ആരാ ഈ കളസരം വീട്? തച്ചോളി എന്ന് പറഞ്ഞുകൊണ്ട് ചാപ്പനെ വിളിച്ച് തൻ്റെ ചമയങ്ങളൊക്കെ ചമഞ്ഞ് ഉദയനനും കൊല്ലന്തരവും കൊണ്ട് അറവൂല കുഞ്ഞണ്ടിയപ്പൻ ഉദയനനെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്യുന്നു. അതേസമയം ഈ വിവരമറിഞ്ഞ തച്ചോളി ഉദയനനും കടാശ്ശേരി ചാപ്പനും കൂടിയിട്ട് കളസരം വീട്ടിൽ കുഞ്ഞുമാധുവിനെ കാണാൻ പോകുന്നു. ആരാന്നോ ഈ കളസരം വീട്ടിലെ കുഞ്ഞുമാധു? അറവൂല കണ്ടപ്പൻ്റെ ഭാര്യയാണ് കളസരം വീട്ടിലെ കുഞ്ഞുമാധു. പേര് കേട്ട തറവാട്, ഇഷ്ടം പോലെ സമ്പത്ത്, അതീവ സുന്ദരിയായ കളസരം കുഞ്ഞുമാധു അറവൂലക്കണ്ടപ്പൻ്റെ ഭാര്യയാണ്. ആ ഭാര്യയുടെ വീട്ടിലേക്കാണ് അറവൂലക്കണ്ടപ്പൻ തന്നെ കൊല്ലാൻ തേടി നടക്കുന്ന നേരത്തെ ഉദയനക്കുറുപ്പ് പോകുന്നത്. ഉദയനക്കുറുപ്പ് അവിടെ ചെന്നെത്തി കഴിഞ്ഞിട്ട് ഉടനെ പറയണം, കളസരം വീട്ടിലെ കുഞ്ഞിമാധു. കളസരം വീട്ടിലെ കുഞ്ഞുമാധുവിനെ വിളിക്കുക. വാതിൽ തുറക്കണം കുഞ്ഞിമാധു, വാതിൽ തുറക്കാൻ. അപ്പോൾ ഉടനെ അവർ കളസരം വീട്ടിലെ കുഞ്ഞുമാധു പറഞ്ഞു, ഇതാരാണ് വാതുക്കൽ വിളിക്കുന്നത്? ആരാണെന്ന് ചോദിച്ചു. അറവൂലക്കാവിലെ നിൻ്റെ ബന്ധു.
അപ്പോൾ പറയണം ഉദയനം മറുപടി പറയുക, തച്ചോളി മേപ്പയിൽ ഉദയനാന്നല്ല പറയണേ, അറവൂലെ കാവിലെ നിൻ്റെ ബന്ധു, നിൻ്റെ ബന്ധുവില്ലേ, നിൻ്റെ ഭർത്താവില്ലേ അറവൂലെ കാവിലെ കുഞ്ഞണ്ടൻ, ആ കുഞ്ഞണ്ടിയപ്പനാണ് വന്നേക്കണേന്ന് പറഞ്ഞു. അപ്പം കളസരം വീട്ടിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം മാധു വിചാരിച്ചു, ഇയാൾ ഈ നേരത്തൊന്നും വരാറ് പതിവില്ലല്ലോ, കാര്യം എൻ്റെ ഭർത്താവൊക്കെ തന്നെയാണ്, ഇവിടെയാണ് ഊഴം പറയണത്, പക്ഷേ ഈ നേരത്തൊന്നും വരാറ് പതിവില്ലല്ലോ, നേരെ അത്രയ്ക്കൊന്നും ആയിട്ടില്ലല്ലോ, സന്ധ്യ ഭയങ്കര ഉള്ളല്ലോ. അപ്പോഴത്തേക്കും ഈ അറവൂലക്കാവിലെ എൻ്റെ ബന്ധു ഇത്ര നേരത്തെ വരാം, പാതിര 16 നാഴിയാവണം അയാൾ വരുമ്പോൾ, പാതിരയും കഴിഞ്ഞിട്ട് പിന്നെയും 16 നാഴിക കഴിയണം, അങ്ങനെ പാതിര കഴിഞ്ഞിട്ട് രാത്രി 12 മണിക്ക് ശേഷം വരുള്ളൂ. ഇന്നെൻ്റെ നേരത്തെ വന്നു ബന്ധു. കുഞ്ഞുമാധു ചോദിച്ചു, ഇന്നെന്താ നേരത്തെ വന്നേ? ഞാൻ എൻ്റെ വാതിൽ തുറക്കണ്ടിക്കൽ. ഞാൻ വാതിൽ തുറക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇത് അറവൂലക്കാവിലെ കുഞ്ഞണ്ടിയപ്പനാന്ന് എനിക്ക് മനസ്സിലാവണം, അല്ലാണ്ടൊന്നും കളസരം വീട്ടിലെ കുഞ്ഞുമാധു വാതിൽ തുറക്കില്ല. എന്ത് ചെയ്യണം? അതിന് നിങ്ങളുടെ ലക്ഷണം. പണ്ട് ഈ ഇങ്ങനെ നടന്ന് അറവൂലക്കാവിലെ കുഞ്ഞണ്ടിയപ്പൻ വേട്ടയ്ക്കൊക്കെ പോകും, കാട്ടിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ട് പോയിരിക്കുമ്പോൾ ഒരു കുറുനരി വന്നു, അയാളുടെ ഒരു ഇടത്തെ കയ്യിനെ കുറുനരി ഒരു കടി കടിച്ചു. അപ്പോൾ ആ കടി കടിച്ചിട്ടുള്ള കൈ നിവരില്ല, വിരലൊക്കെ ഇങ്ങനെ ഇരിക്കുള്ളൂ ഇങ്ങനെ വിരലിരിക്കും. അപ്പം നരി കടിച്ച കൈ, അത് അറവൂലക്കണ്ടൻ്റെ കുഞ്ഞണ്ടിൻ്റെ ഒരു ലക്ഷണമാണ്. അത് കാണണം. ആ കയ്യും ഒരു തരിവള ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നരി കടിച്ച കയ്യും ഈ തരിവളയും കണ്ടാൽ ഉറപ്പിക്കാം പുറത്ത് നിൽക്കുന്നത് അറവൂലക്കാവിലെ എൻ്റെ ബന്ധുവാണെന്ന് ഞാൻ ഉറപ്പിക്കാം. അപ്പോൾ വാതിൽ തുറക്കാം. ഉടൻ തന്നെ പറഞ്ഞു, എനിക്ക് ആ കാണുന്ന വാതിൽ തുറക്കണമെന്നുണ്ടെങ്കിൽ കൈ കാണും. നരി കടിച്ച കയ്യും തരിവളയും വാതിലിൻ വിടവൂടെ കാട്ടിയോണ്ടാൽ, വാതിലിൻ്റെ വിടവിലൂടെ ആ നരി കടിച്ച കയ്യും തരിവളയും കണ്ടാൽ ഞാൻ എൻ്റെ വാതിൽ തുറക്കുമല്ലോ. അപ്പം ഞാൻ എൻ്റെ വാതിൽ തുറക്കും. ഉടൻ തന്നെ കുഞ്ഞോദനൻ എന്ത് ചെയ്തു എന്നറിയാമോ? നരി കടിച്ച കയ്യും തരിവളയും, തരിവളയുണ്ട്, ഉദയനും ഉണ്ട് ഒരു തരിവള, പിന്നെ കൈ നരി കടിച്ച കൈ പോലെ ആക്കണം. കൈ ഇങ്ങനെ അങ്ങോട്ട് കൂട്ടി പിടിച്ച് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് വാതിലിൻ്റെ വിടവിലൂടെ തച്ചോളി നല്ലോനെ കുഞ്ഞോദയനൻ വാതിൽ ഇങ്ങനെ അങ്ങോട്ട് കാണിച്ചു കൊടുത്തപ്പോൾ കൈ മാത്രം ഇരുട്ടത്ത് നേരെ ഇരുട്ടായി തുടങ്ങിയിട്ടുമുണ്ട്. ആ സമയത്ത് കണ്ടപ്പോൾ കളസരം കുഞ്ഞുമാധു വിചാരിച്ചു, ഇത് അറവൂലക്കാവിലെ കുഞ്ഞണ്ടിയപ്പൻ തന്നെയാണ്, തൻ്റെ ബന്ധുവാണ്, തൻ്റെ ഭർത്താവാണ്, ഊഴം പറയാമെന്ന് കുറേ നേരത്തെ വന്നേക്കണതാണ് എന്ന് കരുതി വാതിലും നീക്കി വാതിലിൻ്റെ വാതിലും വേഗം തുറക്കുന്നല്ലോ. മാധു വാതിലങ്ങോട്ട് തുറന്നു. വാതിൽ തുറന്ന വഴിക്ക് എന്തുണ്ടായി? തച്ചോളി നല്ലോ മനക്കുഞ്ഞോദേനൻ വാതിൽ നീക്കി മെതിയും നീക്കി. വാതിൽ തുറന്ന വഴിക്ക് വാതിലങ്ങോട്ട് മലർത്തി തുറന്നു. തൻ്റെ മെതിയടി, ചെരുപ്പ് പോലെ ഇടണ ഒന്നാണ് മെതിയടി, അവിടെ വച്ചു, പുറത്ത് വച്ചു. കുഞ്ഞോദേനൻ ഓനങ്ങ് പടിഞ്ഞാറ്റേ കടക്കുന്നല്ലോ. ആ കളസരം വീടിൻ്റെ പടിഞ്ഞാറ്റയിലേക്ക് അങ്ങോട്ട് ഉദയനക്കുറിപ്പ് കടന്നു. കേമായി അറവ് എന്താ പറയണത്, അറവൂലക്കണ്ടപ്പൻ്റെ ഭാര്യ വീട്ടിൽ ചെന്ന് കയറി ഉദയനൻ. ഇനിയിപ്പോൾ എന്താ സംഭവിക്കുക എന്നുള്ള കാര്യം കണ്ടറിയണം. ഞാൻ ഈ കഥ ഇന്നിപ്പോൾ ഇവിടെ നിർത്തും, ഉടനെ തന്നെ നാളെ പറയും ഇതിൻ്റെ തുടർച്ചയായിട്ട്. ഉദയനക്കുറിപ്പിന് എന്താ പറ്റിയെന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? അറവൂലക്കണ്ടപ്പന് എന്താ പറ്റിയെന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? ആളറിയാണ്ട് തന്നെ പറ്റിച്ചകത്ത് കയറിയ മേപ്പയിൽ കുഞ്ഞോദയനെ കളസരം കുഞ്ഞുമാധു എങ്ങനെ കൈകാര്യം ചെയ്യുന്നറിയാനും നിങ്ങൾക്ക് താല്പര്യമില്ലേ? ഇതെല്ലാം കണ്ട് നോക്കി നിൽക്കണ കണ്ടാച്ചേരിച്ചാപ്പൻ എന്തു ചെയ്യുന്നു എന്നറിയാനും നിങ്ങൾക്ക് താല്പര്യമില്ലേ? വരൂ, കഥകൾ അതിസാഗരത്തിലേക്ക് നാളെ വരും. ഇന്ന് ഈ കഥ ഇവിടെ നിർത്തുന്നു. 1-ാം ഭാഗം, കളസരം വീട്ടിലെ കുഞ്ഞിമാധുവും ഉദയനനും. 1-ാം ഭാഗം. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ
കാര്യം പറയും കഥയാണേ. ഉത്തര മലബാറിൻ്റെ വടക്കൻ പാട്ടുകൾ, ആ വീരകഥകൾ, വടക്കൻ പാട്ടിലെ വീരകഥകൾ കേൾക്കാനൊരവസരമാണ്. വരൂ ഈ ചാനലിലേക്ക്. എല്ലാവർക്കും നന്ദി.